ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കാണുന്ന നല്ല അടിപൊളി നാടൻ നെയ്യപ്പം കാണാറില്ലേ? അപ്പോൾ അതേപോലത്തെ ഒരു നെയ്യപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുക എന്നുള്ള ഇതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട്, പുറം നല്ല ക്രിസ്പി ആയിട്ട്, വക്കൊക്കെ നന്നായിട്ട് എന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു നെയ്യപ്പം ഞാൻ വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെയാണ് ഞാൻ ഈ ഒരു നെയ്യപ്പം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ഇതുവരെയും റെഡി ആവാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 കപ്പ് പച്ചരിയാണ് ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 4 ഏലക്കായും പിന്നെ 2 കപ്പ് ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ രുചി നമുക്ക് അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടി പോകരുത്. നന്നായിട്ട് ഫൈൻ രൂപത്തിലൊന്നും അരച്ചെടുക്കണ്ട, കുറച്ച് തരിയോട് കൂടിയിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനായപ്പോൾ ഞാനിതിലേക്ക് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര ഞാനിവിടെ ആദ്യം ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 2 കപ്പ് വെള്ളത്തിൽ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറൊരു ആവശ്യത്തിനും കൂടി വേണ്ടിയിട്ട് ഞാൻ ഉരുക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടി പോയാൽ, കുറച്ചൊക്കെ വെള്ളം കൂടി പോയാൽ നമുക്കത് റവ ഒക്കെ ചേർത്തിട്ട് നന്നാക്കി എടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഇതാ പാകത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയാൽ, കുറച്ച് വെള്ളം കൂടിപ്പോയാലും ടെൻഷനാവൊന്നും വേണ്ട. ഇത് ഈ ഒരു തരിയോട് കൂടിയിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ പാകമൊക്കെ ഒന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ പേടിക്കണ്ട. ആ സമയത്ത് നമുക്ക് മധുരമൊക്കെ കറക്റ്റാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. റവ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ശർക്കര നമ്മൾ ആദ്യം തന്നെ ശർക്കര വെള്ളത്തിൽ ഇത് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നേരത്തെ തന്നെ വെള്ളത്തിൽ കുറച്ച് അരച്ചെടുത്തത്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെയ്യിലാവുമ്പോൾ ഒന്നും കൂടെ, നെയ്യപ്പത്തിന് നെയ്യാണല്ലോ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ കുറച്ച് നെയ്യിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. പിന്നെ കൊപ്ര ആയിട്ടുള്ള തേങ്ങാക്കൊത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ ഒന്ന് പൊട്ടിപ്പൊരിഞ്ഞുകൊണ്ട് ഇരിക്കുന്നുള്ളൂ. അപ്പോൾ പച്ച തേങ്ങാക്കൊത്ത് ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തെല്ലാം നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ മാവിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ നെയ്യപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, പപ്പടമാണ്. പപ്പടം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട് ഈ സമയത്ത് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഞാനിവിടെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നെയ്യപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കട്ടിയുള്ള ചട്ടി തന്നെയാണ്. പിന്നെ ഗ്യാസിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നും കൂടെ നല്ലത് നമുക്കിത് അടുപ്പിൽ തന്നെ ചുട്ടെടുക്കുന്നതാണ്. പിന്നെ ഗ്യാസിൽ വെച്ചിട്ട് എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അടുപ്പിൽ വെച്ചിട്ടാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് നമുക്ക് നെയ്യപ്പം കിട്ടും. പിന്നെ കട്ടിയുള്ള ചട്ടി ആയിരിക്കണം, ഒന്നുകിൽ ഇരുമ്പിൻ്റെ ചട്ടി അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ നല്ല കട്ടിയുള്ള ചട്ടി. ഇപ്പം ഞാനിവിടെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ എണ്ണൻ്റെ കുറച്ച് മീതായിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുപാട് അകലം നിന്നിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. അപ്പം എണ്ണൻ്റെ ആ ഒരു അടുത്ത് നിന്നിട്ട് തന്നെ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ നെയ്യപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി നെയ്യപ്പം തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കാനാവും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നിങ്ങൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടണിലൊന്നും അമർത്തേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.